വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ പ്രതി ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി. ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് വിവരങ്ങൾ മായ്ച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോൺ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിൽ അയച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ജിതിൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായിട്ടുള്ള പ്രതി ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ അത് റീസെറ്റ് ചെയ്തതായി, ആ ഫോണിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ റീസെറ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അത് ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ ഫോൺ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിൽ അയച്ച് കൂടുതൽ വിദഗ്ധ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ അതിന് കോടതി ഉത്തരവ് ഉൾപ്പെടെ നേടേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് തന്നെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോണിലെ വിവരങ്ങൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എവിടെ നിന്ന് എന്ന് കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ ഈ കേസിന്റെ അന്വേഷണം കടന്നു പോകുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ ഫോൺ റിസെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജിതിൻ ഭാസ്കർ സമ്മതിച്ചതായും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തിനാണെങ്കിൽ ഈ പ്രതിയെ 2 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന. ആ കസ്റ്റഡി കാലാവധി ഇന്ന് വൈകിട്ടോടുകൂടി അവസാനിക്കും. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ആവശ്യമെങ്കിൽ അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം കൂടി CPIM-ന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്ന് വടകരയിൽ ജനകീയ പ്രതിരോധം കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. അഖില, ശരി, ബെൻസനാണ് വിശദാംശങ്ങൾ നൽകിയത്.